ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സാമ്പിളിങ്? സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ജനസംഖ്യയിൽ നിന്ന്, അതായത് വലിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു ചെറിയ സാമ്പിൾസിൽ നമ്മൾ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ചെറിയ സാമ്പിൾസിനോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് സർവേ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ലാഭമാണ്, അതുപോലെ തന്നെ ചിലവും ലാഭമാണ്. എന്നാലോ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ, ഒരു കോളേജിൽ 5000 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ 5000 സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങൾ അറിയണം. അത് നമ്മൾ അതിൽ നിന്നൊരു സാമ്പിൾസിന് 5000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 300 സ്റ്റുഡൻസിനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് അറിയുന്നത്. അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കൊണ്ടായിരിക്കും നമ്മൾ അഭിപ്രായങ്ങൾ അറിയുക. അതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ഒക്കെ പറയാം. രണ്ട് രീതിക്കാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. അതിൽ ഒന്നാമതാണ് സിമ്പിൾ റാൻഡം മെത്തേഡ്. ഇവിടെ നമ്മൾ ഇപ്പോൾ പോപ്പുലേഷൻ ഇവിടെ എല്ലാവർക്കും തുല്യ അവസരമുണ്ട്. ഇവിടെ നമ്മൾ റാൻഡ് ആയിക്കാണ്ട്, അതായത് ലോട്ടറി അതുപോലത്തെ നറുക്കെടുപ്പ്, ഇങ്ങനെ റാൻഡ് ആയിക്കാണ്ട് ഏതെങ്കിലും ഒരു പേഴ്സണെ സെലക്ട് ചെയ്യിക്കാരം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു 5000 സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജിൽ നമ്മൾ റാൻഡ് ആയിക്കാണ്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നു. അതാണ് സിമ്പിൾ റാൻഡം മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്, അതായത് ഓരോ വ്യക്തികളെയും, ഈ പോപ്പുലേഷനിലുള്ള ഓരോ വ്യക്തികളെയും ഓരോരോ ഗ്രൂപ്പാക്കി തിരിക്കുക. ഇപ്പോൾ മേ ബി ജെൻഡറിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ തൊഴിലാളികൾ, സ്റ്റുഡൻസ്, ഏജ് വൈസിൽ, വുമൻസ്, അങ്ങനെ പല രീതിക്ക് ഓരോരോ കാറ്റഗറി ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് റാൻഡ് ആയിക്കാണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുക സാമ്പിൾസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഓഫീസിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ഇവിടെ, അവിടുത്തെ പ്യൂണുമാർ ഇവിടെ, മാനേജേഴ്സ്, അങ്ങനെ മൂന്ന് കാറ്റഗറി ആക്കി. നമ്മൾ അതിൽ നിന്ന് റാൻഡ് ആയിക്കാണ്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, സാമ്പിളിന് സെലക്ട് ചെയ്യാം. അപ്പോൾ അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡാണ്. അതായത് ഇവിടെ നമ്മൾ ഗ്രൂപ്പാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ റാൻഡായി കണ്ട് ഫസ്റ്റ് ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യും, സാമ്പിളിന് വേണ്ടി സെലക്ട് ചെയ്യും. എന്നിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ആ ആൾ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന nth നമ്പർ, മേ ബി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമ്മൾ റാൻഡായി കണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ആൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത 10ാമത്തെ ആളായിക്കാരം ഇനി അടുത്ത സാമ്പിൾ മെത്തേഡ്, അതിനുശേഷം അടുത്ത 10ാമത്തത്, പിന്നെ അങ്ങനെ 10ാമത്തത്, അങ്ങനെ ഒരാൾ കഴിഞ്ഞാൽ അടുത്ത 10ാമത്തെ ആൾ, പിന്നെയും 10ാമത്തെ ആൾ, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും സാമ്പിളിനെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ആണ് ക്ലസ്റ്റർ സാമ്പിളിങ്. അതായത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഓരോ കാറ്റഗറിയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള വ്യക്തികളെ ഓരോരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇന്ന കാറ്റഗറികളൊക്കെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ജെൻഡർ ബേസിൽ വുമൺ ഉണ്ട്, മെന്നുണ്ട്. ഏജ് കാറ്റഗറിയിൽ 20 വയസ്സിൻ്റെ മേലേക്ക്, താഴേക്ക് 60 വയസ്സിൻ്റെ മേലേക്ക്, അങ്ങനെ പല പല കാറ്റഗറി കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 3 കാറ്റഗറി അവർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരാളെ മാത്രമല്ല പിക്ക് ചെയ്യുക, ആ സെലക്ട് ചെയ്ത കാറ്റഗറി ഫുൾ ഉണ്ടാക്കും. ഇപ്പോൾ 20 വയസ്സിൻ്റെ മേലേക്കുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, മേ ബി 20 വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ആ 20 വ്യക്തികളെയും എന്താണ്, സാമ്പിൾസാണ്. അതാണ്. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. നമ്മൾ ഒന്നാമത്തേത് എന്താ പറഞ്ഞത്, അതായത് ഇവിടെ എല്ലാവർക്കും, ആർക്ക് വേണമെങ്കിലും സാമ്പിൾ ആവാനുള്ളൊരു അവസരമുണ്ട് പ്രോബബിലി മെത്തേഡിൽ. പക്ഷേ നോൺ പ്രോബബിലിറ്റിയിൽ ഇവിടെ എല്ലാവർക്കും എന്താണ്, സാമ്പിൾ ആവാനുള്ളൊരു അവസരമില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് മെത്തേഡ്. അതായത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ആളെന്ത് ചെയ്യുന്നു, സാമ്പിളാക്കി എടുക്കുന്നു. എക്സാമ്പിൾ, ഇപ്പോൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് നമുക്ക് ആരാണ് അവൈലബിൾ ആവുന്നത് അവരെന്ത് ചെയ്യുന്നു, സാമ്പിളാക്കി തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത് ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് അത്യാവശ്യം അറിവുള്ള വ്യക്തികൾ ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, സാമ്പിളാക്കി എടുക്കുക. അതായത് അയാൾക്ക് അറിയുന്ന ആളുകളെയും അതുപോലെ തന്നെ കുറച്ച് വിവരം കൂടിയ ആളുകളെയും എന്ത് ചെയ്യുന്നു, സാമ്പിളാക്കി എടുക്കുന്നു. നെക്സ്റ്റ്, മൂന്നാമത്തത് കോട്ട. അതായത് ഇങ്ങനെ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇത്ര ആൾക്കാരെ, മറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇത്ര വ്യക്തികളെ സാമ്പിളാക്കി എടുക്കണം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജെൻസിൻ്റെ കാറ്റഗറിയിൽ നിന്ന്, അതായത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഡിഫറെൻ്റ് ആയിട്ട് 2 ഗ്രൂപ്പാക്കി തിരിച്ചു. അതിൽ നിന്ന് ഫസ്റ്റത്തെ 50 പുരുഷന്മാരെയും ഫസ്റ്റത്തെ 50 സ്ത്രീകളെയും സാമ്പിളാക്കി എടുക്കുക. അതാണ് കോട്ട. നെക്സ്റ്റ്, സ്നോബോൾ സാമ്പിളിങ്.
അതായത് ഒരു വിവരത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സാമ്പിളാക്കി എടുക്കുന്നു. അതിനുശേഷം അയാൾ വഴി വേറൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. പിന്നെ ആ ഒരാൾ വഴി വേറൊരാളുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് അങ്ങനെ സാമ്പിൾ ചെയ്ത് പോവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഒരാളെ സാമ്പിൾ ചെയ്യുന്നു, അയാൾ വഴി വേറൊരാളിലോട്ട് അങ്ങനെ വേറെ ആ ബാക്ക്ഗ്രൗണ്ട് വേറെ സാമ്പിളാക്കി മാറുന്നു. അപ്പോൾ ഇതാണ് സാമ്പിളിങ് എന്താണെന്നും അതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ്. നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണ് പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റകളെ കുറിച്ച് നമ്മൾ കുറച്ച് അസംഷൻസ് ഉണ്ടാക്കുന്നു. അപ്പം ആ അസംഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളെയാണ് എന്തെന്ന് പറയണത്, പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയണത്. അതുപോലെ തന്നെ നമ്മളെ കയ്യിലെ ഡാറ്റ എന്ന് പറയുമ്പോൾ അത് നോർമലായി കാണും, സാധാരണ രീതിയിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ടെസ്റ്റുകൾ അതിന്മേൽ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സെഡ് ടെസ്റ്റ്. അതായത് സാമ്പിൾ 30നേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സെഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ വേരിയൻസ് നമുക്ക് അറിയും എന്നുണ്ടെങ്കിലും സെഡ് ടെസ്റ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പിൾ 30ൻ്റെ താഴേക്കാകുമ്പോഴാണ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പോപ്പുലേഷൻ്റെ വേരിയൻസ് നമുക്കറിയില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ടി ടെസ്റ്റിൻ്റെ 3 രീതിയിലോട്ടുണ്ട്. ഒന്നാമത് വൺ ടെയിൽ ടി ടെസ്റ്റ്. നമുക്ക് ഉദാഹരണ രൂപേണ പറയാം. ഇപ്പോൾ ഒരു ക്ലാസ്സിലുള്ള ഇപ്പം ആൺകുട്ടികളുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളുടെയും ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 50% എന്നുള്ളതാണ് നോക്കേണ്ടത്. അതാണ് വൺ ടെയിൽ എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻഡിപെൻഡൻ്റ് അറിയുമ്പോൾ 2 പേരുടെ തമ്മിൽ മാർക്കുകൾ താരതമ്യം ചെയ്യാം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ടാക്കും അതുപോലെ തന്നെ പെൺകുട്ടികളുണ്ടാകും. അപ്പോൾ ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മാർക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യാം. മൂന്നാമത് പെയ്ഡ് ടി ടെസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, ഈ ഗ്രൂപ്പിൻ്റെ മുമ്പും ശേഷവും താരതമ്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമുള്ള അവരുടെ പെർഫോമൻസും അതിന് മുമ്പുള്ള പെർഫോമൻസും താരതമ്യം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഘട്ടങ്ങളിലൊക്കെയാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് അനോവ. അതായത് 2ൽ കൂടുതൽ കാര്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2ൽ കൂടുതൽ കോളേജ്, അതായത് 3 കോളേജുകളിലെ എക്സാം റിസൾട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് അനോവ യൂസ് ചെയ്യേണ്ടത്. ദെൻ പിയേഴ്സൺ കോറിലേഷൻ. ഇവിടെ 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്ര മണിക്കൂറോളം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് ഇത്ര റിസൾട്ട് വാങ്ങാം. ഇവിടെ എന്താ 2 കാര്യങ്ങൾ, അതിന് പഠിക്കുന്നതും റിസൾട്ടും, ഈ 2 കാര്യങ്ങൾ അതിൻ്റെ ബന്ധം കണ്ടെത്താനാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്സാണ് പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അസംഷൻസ് മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമതാണ് കരി സ്ക്വയർ ടെസ്റ്റ്. അതായത് 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാൻ വൈറ്റിനി യു ടെസ്റ്റ്. അതായത് 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ താരതമ്യം കമ്പയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാൻ വൈറ്റിനി യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 കമ്പനീസ്, ഈ 2 കമ്പനീസിലും എന്തുണ്ട്, എംപ്ലോയീസ് ഉണ്ട്. ഈ 2 കമ്പനീസുകളിലെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കമ്പയർ ചെയ്യാം. ഇതാണ് ഈ ഒരു ടെസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വിൽക്കോസോൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. അതായത് ഒരു ഗ്രൂപ്പിനെ 2 സമയങ്ങളിലായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികളുണ്ടാകുന്നു. അപ്പോൾ ഈ കുട്ടികളെ അവരെ പഠിപ്പിക്കുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള അവരുടെ സ്കില്ലിനെ താരതമ്യം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്രിസ്കൽ വാലിസ് ടെസ്റ്റ്. അതായത് 2 ഗ്രൂപ്പുകളിലധികം ലൈക്ക് അനാവ പോലെ തന്നെ 2ൽ കൂടുതൽ ഗ്രൂപ്പുകൾ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള എംപ്ലോയീസിൻ്റെ വർക്ക് എങ്ങനെയെന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് സ്പെയർമാൻസ് റാങ്ക് കോറിലേഷൻസ്, അതായത് റാങ്കുകൾ തമ്മിലുള്ള റിലേഷൻസ് അറിയാൻ വേണ്ടിയിട്ട്, അത് തമ്മിലുള്ള കമ്പാരിസൺ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിള് പരീക്ഷയിലുള്ള ആ ഒരു റാങ്കും അതുപോലെ തന്നെ ഹാജറിലുള്ള ആ ഒരു റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ. അപ്പോൾ ഇത്രയുമാണ് എന്താണ് പാരാമെട്രിക് ടെസ്റ്റ്, അതിൻ്റെ ടൈപ്സ് പഠിച്ചു. അതുപോലെ തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സും പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക്കാണ് അനോവ. അനോവ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 2ൽ കൂടുതൽ ഗ്രൂപ്പുകളുടെ മീന് ഒരേ സമയത്ത് അതിൻ്റെ ഫലം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അനോവ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഒരു സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ 2ൽ അതായത് 3ഓ 4ഓ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് അതിൻ്റെ ഫലം പെട്ടെന്ന് താരതമ്യം ചെയ്തറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് അനോവ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ 3 കോളേജുകൾ ഉണ്ടാകുന്നു. അതിൽ അവിടുത്തെ 3 വിദ്യാർത്ഥികളുടെയും മാർക്കുകൾ സെയിം തന്നെയാണോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഉണ്ടോ എന്നുള്ളത്. 3 കോളേജുകളുണ്ട്. അപ്പോൾ ഈ 3 കോളേജുകളുടെയും ഒരേ ടൈമിൽ ഇത് 3ൻ്റെയും ഫലം താരതമ്യം ചെയ്യുന്നതാണ് അനോവ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ് ഓഫ് അനോവ. ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റേറ്റ് ദ ഹൈപ്പോത്തസിസ്, അതായത് നമ്മളൊരു അസംഷൻസ് മേക്ക് ചെയ്യണം. അതായത് നെൽ ഹൈപ്പോത്തസിസ് എന്ന് കണ്ട് N0 അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് H1 നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹൈപ്പോത്തസിസ് മേക്ക് ചെയ്യണം. അപ്പോൾ H0 എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകളിലുള്ള എല്ലാ താരതമ്യങ്ങളും എല്ലാ മീനും സെയിം ആണ് എന്ന് പറഞ്ഞുകൊണ്ടും, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ താരതമ്യം ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഇതിൽ ഒന്ന് ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസംഷൻ മേക്ക് ചെയ്യേണ്ടത്. ദെൻ കാൽക്കുലേറ്റ് ഗ്രൂപ്പ് മീൻസ് ആൻഡ് ഓവറോൾ മീൻ, അതായത് ഓരോ ഗ്രൂപ്പിലെയും ശരാശരി എത്രത്തോളം മീൻ വരുന്നുണ്ട് എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഓവറോൾ മീൻ കണ്ടെത്തുക. നെക്സ്റ്റ് സ്റ്റേജ് കാൽക്കുലേറ്റ് വേരിയേഷൻസ്, അതായത് അതിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അനോവക്ക് 2 ടൈപ്പിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത് ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയബിൾ, അതായത് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ വിത്തിൻ ഗ്രൂപ്പ് വേരിയബിളും, അതായത് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് കമ്പ്യൂട്ട് എഫ് വാല്യൂ, അതായത് എഫ് വാല്യൂ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയേഷനും അതുപോലെ തന്നെ വിത്തിൻ ഗ്രൂപ്പ് വേരിയേഷനും ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് എഫ് വാല്യൂ. അപ്പോൾ എഫ് വാല്യൂ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം കൂടുതലാണ് എന്നാണ് പറയുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാവുമല്ലോ, അതായത് നൾ ഹൈപ്പോത്തസിസ്, അത് റിജക്റ്റ് ആക്കപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പുകൾ, അതായത് എഫ് വാല്യൂ ചെറുതാണ് എന്നുണ്ടെങ്കിൽ, ചെറിയൊരു എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് എന്നാണ് പറയണത്. ദെൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് എഫ് വാല്യൂവിനെ ടേബിൾ വാല്യൂവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുക, കമ്പാരിസൺ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എഫ് വാല്യൂ കൂടിക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തു. അത് കുറവാണ് എന്നുണ്ടെങ്കിൽ മറ്റേത് ലൈക്ക് ഓൾട്ടർനേറ്റീവ് അഗ്രി ചെയ്തു എന്നുകൊണ്ട് പറയും. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ സെലക്ട് ആക്കിയത്, അതായത് നൾ ഹൈപ്പോത്തസിസ് ആണോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണോ സെലക്ട് ആക്കിയത് എന്ന് നമ്മൾ കൺക്ലൂഷൻ എത്തുന്നു. അത് എന്തുകൊണ്ടാണെന്നും അവിടെ എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അനോവൻ്റെ പ്രോസസ്സ്, അനോവ ചെയ്യാനുള്ള പ്രോസസ്സ്. ഈ അനോവ അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്രാവശ്യം സിലബസിലില്ല, നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ട, പക്ഷേ തിയറി ആയിട്ട് മേ ബി ചോദിക്കാം ഇതിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താണ് അനോവ, എക്സ്പ്ലെയിൻ അനോവ ടേബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് റിഗ്രഷൻ അനാലിസിസ്, അതായത് ഒരു കാര്യത്തിൽ നമ്മൾ ചേഞ്ച് വരുത്തുക, അതായത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ ചേഞ്ച് വരുത്തുമ്പോൾ അതിൻ്റെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വേരിയബിളിൽ എങ്ങനെ ചേഞ്ച് വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ്, അതായത് ഇവിടെ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ, എക്സ് ഓൺ വൈ, വൈ ഓൺ എക്സ്, ആ ഒരു ഫോർമാറ്റ് ആണല്ലോ. അപ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് ലൈക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കുന്നു. അപ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളാണ്, ഈ ഇൻഡിപെൻഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുവരുന്നത് കാരണം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ എത്രത്തോളം സെയിൽസ് ഉണ്ടാവുന്നു എന്നുള്ളത് അവർ മുൻകൂട്ടി ഒരു കണക്ക് കൂട്ടി വെക്കുക.
അപ്പോൾ ഇതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ നമ്മളൊരു കണക്ക് കൂട്ടുന്ന സമയത്ത് അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം സ്വമേധയാ ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് അവിടെ നിന്ന് മാറുന്ന കുറച്ച് മൂല്യങ്ങൾ, എണ്ണം, അതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. അതായത് നമുക്കിവിടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് മീൻസ് 3 ഉള്ളത്. അപ്പോൾ ഇവിടെ ഓരോ മീൻസിനും 10 വീതമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? നമുക്ക് 30 മീൻസ്, 30 ഉണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ 2 നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ 3 മീൻസാണ്. അതിൽ നമുക്ക് ആദ്യത്തെ 2 മീൻസ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മൂന്നാമത്തെ മീൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യുന്നു, ഒരു മീൻ എടുക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വന്നു. നമുക്ക് മൂന്നാമത്തെ മീൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ആകെയുള്ള മീൻ എന്ന് പറയുന്നത് 3 അതിൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ വന്നു. അപ്പോൾ ഈ ഒരു 3 1 മൈനസ് ചെയ്യുമ്പോൾ 2. അപ്പോൾ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2. ഓക്കെ. അപ്പോൾ ഒരു കണക്ക് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമുക്കവിടെ റെസ്ട്രിക്ഷൻ വരുമ്പോൾ അവിടെ നമുക്ക് സ്വമേധയാ മാറാൻ പറ്റുന്ന ആ ഒരു എണ്ണാണ് ഇവിടെ ഈ 2 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നെക്സ്റ്റ്, വാട്ട് ഈസ് കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറയുമ്പോൾ 2 വേരിയബിൾസിൻ്റെയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേരിയബിൾസിൻ്റെയോ റിലേഷൻഷിപ്പ്, ബന്ധത്തെ അളക്കുന്നതാണ്. അതായത് ബന്ധത്തിൻ്റെ ഒരു സ്ട്രോങ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ദിശ, പാത്ത് എന്നൊക്കെ പറയാം, അത് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അത് മറ്റൊരു വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാക്കുമോ എന്ന് കണ്ടെത്താനാണ് ഈ കോറിലേഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ ഒരു വേരിയബിൾ ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ മറ്റൊരു വേരിയബിൾ ചേഞ്ച് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്താനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയാണ് എന്തെന്ന് പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിൻ്റെ വരുമാനം കൂടുമ്പോൾ ചിലവ് കൂടും, ഇൻകം കൂടുമ്പോൾ എക്സ്പെൻസ് കൂടും, സ്വാഭാവികം. അതുപോലെ തന്നെ ഈ മഴക്കാലം ആകുമ്പോൾ മഴ കൂടുന്ന സമയത്ത് കുട എല്ലാവരും വാങ്ങുന്നു, അപ്പോൾ കുട വിൽപ്പന കൂടുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് 2 വേരിയബിൾസിലും ചേഞ്ച് വരുന്ന സമയത്ത്, അതായത് ഒരു വേരിയബിൾ ചേഞ്ച് വരുമ്പോൾ മറ്റൊരു വേരിയബിൾ ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വരുന്നുണ്ട്, ഏത് ദിശയിലാണ് വരുന്നത് എന്ന് കണ്ടെത്താനുള്ളൊരു രീതിയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് ആണ് പറയണത്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് കോറിലേഷൻ. അതായത് ഇവിടെ എങ്ങനെ ആയിരിക്കും, ഒരു വേരിയബിൾ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു വേരിയബിൾ എന്ത് ചെയ്യുന്നു, കൂടുകയോ കുറയുകയോ ചെയ്യും. അതായത് ഇവിടെ ഒരു മൂല്യം കൂടുമ്പോൾ ഒരു വേരിയബിൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ മറ്റേ വേരിയബിൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ആയിക്കൊണ്ട് നിൽക്കും. ഇനി ഒരു വേരിയബിൾ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേ വേരിയബിൾ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ആയിക്കൊണ്ട് നിൽക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു വേരിയബിൾ, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എന്ത് ചെയ്യുന്നു, 10, 20, 30, 40, 50, 60. ഇവിടെ ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇവിടെ വൈ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ 50, 60, 70, 80, 90, 20 അങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾസ് ഇവിടെ ഒരു വേരിയബിൾ ഇൻക്രീസ് ആയി പോകുന്ന സമയത്ത് മറ്റേ വേരിയബിളും സെയിം ഡയറക്ഷനിൽ വാല്യൂസ് തമ്മിലേ മാറുള്ളൂ, പക്ഷെ അവിടെ ഓരോ അക്കങ്ങളും ഇൻക്രീസ് ആയിട്ടാണ് പോണത് അല്ലേ. അപ്പോൾ അതിന് എന്ത് പറയുന്നു, പോസിറ്റീവ് കോറിലേഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഒരു പോസിറ്റീവാണ്, കാരണം 2 വേരിയബിൾസും ഒരേ ദിശയിലോട്ടാണ്. ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് ആയിക്കൊണ്ടും, ഇപ്പോൾ ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, അതായത് 8, 7, 6, 5 എക്സ് വേരിയബിൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ വൈ വേരിയബിൾ എങ്ങനെയൊക്കെ, ഇപ്പോൾ 5, 4, 3, 2, 1 2 ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ്, ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ്, ഒരേ ദിശയിലോട്ടായിരിക്കും പോവുക. ഇനി വേറെ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻകം കൂടുന്ന സമയത്ത് ചിലവ് കൂടുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഈ മഴ കൂടുന്ന സമയത്ത് കുടൻ്റെ വിൽപ്പന കൂടുന്നു. ഇതൊരു പോസിറ്റീവായിട്ടുള്ള കോറിലേഷനാണ്. ഓക്കെ. രണ്ടാമതൊരു ടൈപ്പാണ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിശയിലോട്ട് എന്ത് ചെയ്യുന്നു, പോസിറ്റീവാണ് പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വേരിയബിൾ നെഗറ്റീവായിട്ട് പോവുക.
അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ മറ്റേ വേരിയബിൾ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് രീതിയിലോട്ട് പോവാം. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ 10, 20, 30, 40, 50, 60 അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവാണ്. പക്ഷെ വൈ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എന്ത് ചെയ്യുന്നു, അത് ഡിക്രീസ് ദിശയിലോട്ട്, അതായത് 55, 45, 35, 25 അങ്ങനെ. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ആയി പോകുന്ന സമയത്ത് മറ്റൊരു വേരിയബിൾ എന്ത് ചെയ്യുന്നു, അത് കുറഞ്ഞു പോവുക, ഡിക്രീസ് ആയിക്കൊണ്ട് പോവുക. അതാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയുന്നു. ഇതിനാണ് എന്ത്, നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പാണ് സീറോ കോറിലേഷൻ. അതായത് 2 വേരിയബിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു, ഈ 2 വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. ഓക്കെ, 2 വേരിയബിൾസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സീറോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈറ്റുള്ള വ്യക്തി, അപ്പോൾ ഇയാളെ കാണുമ്പോൾ നമ്മൾ നല്ല ബുദ്ധിശക്തിയൊക്കെ ഉണ്ട് വിചാരിക്കും. പക്ഷേ അയാൾക്ക് അവിടെ ഒരു ലുണാറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിലോ, അപ്പോൾ അദ്ദേഹത്തിന് 2 വേരിയബിൾസ് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത്, സീറോ കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെർഫെക്റ്റ് കോറിലേഷൻ. അതായത് ഈ പറഞ്ഞിട്ടുള്ള കോറിലേഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് പോസിറ്റീവ് കോറിലേഷനിൽ ഇവിടെ എന്താണ്, 2 വേരിയബിൾസും ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനും അവിടെ കോഎഫിഷ്യൻറ്റ് 1 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു പെർഫെക്റ്റ് കോറിലേഷനാണ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് തമ്മിൽ മേലോട്ട് ഇൻക്രീസ് ആവാണ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് 1 എന്നുള്ള ഒരു കോഎഫിഷ്യൻറ്റ് കിട്ടുന്നത്. ആ 2 വേരിയബിളും ഇൻക്രീസ് ആവാണ് എന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് കോറിലേഷനാണ്, അതായത് പോസിറ്റീവ് കോറിലേഷനാണ്. ഓക്കെ, അവിടെ അതൊരു പെർഫെക്റ്റ് ആയിക്കണം. പിന്നെ വരുന്നത് നെഗറ്റീവ് കോറിലേഷനാണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ ഇൻക്രീസ് ആകുമ്പോൾ മറ്റൊരു വേരിയബിൾ ഡിക്രീസ് ആവണം. ഓക്കെ, അങ്ങനെ ഇൻക്രീസും ഡിക്രീസും ആയിട്ട് അവിടെ കോഎഫിഷ്യൻറ്റ് -1 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. ഇപ്പോൾ ഇത് 2 എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു, ഇൻകം കൂടുമ്പോൾ അതിൻ്റെ ചിലവ് കൂടുന്നു. ദെൻ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ വർക്ക് ടൈം, അതായത് ഒരു ഓഫീസിലുള്ള വർക്ക് ടൈം കൂടുകയാണ്, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഫ്രീ ഉള്ള റെസ്റ്റിംഗ് ടൈം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീനിയർ കോറിലേഷൻ ആണ്. അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഉണ്ടാകുമല്ലോ, അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുമ്പോഴാണ് എന്ത്, ഇവിടെ ലീനിയർ ആണെന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഷോപ്പിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് കുറേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നതും എങ്ങനെയാണ്, നല്ലൊരു ഇൻക്രീസ് ലെവലിൽ. അപ്പോൾ അതെന്താണ്, പ്രൊഡക്റ്റ് കുറേ ഉണ്ടാക്കുന്നുണ്ട്, അത് ഇൻക്രീസ് ആണ്, അത് വിറ്റ് പോകുന്നതും ഇൻക്രീസ് ലെവലിലാണ്. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള രീതിയിലോട്ടല്ല, കുറച്ച് വളഞ്ഞ് കാണ്ടൊക്കെയാണ് പോകുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള രേഖയിലോട്ടല്ല പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ഒരു ഉൽപ്പാദനം ആദ്യത്തെ സമയം കുറേ ഉൽപ്പാദിച്ചു, കുറേ പ്രൊഡക്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു, അതിൻ്റെ ഉൽപ്പാദനം കുറയാൻ തുടങ്ങി, കാരണം വളഞ്ഞ് പൊളിഞ്ഞ് കുറയാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഇവിടെ എന്താണ്, നോട്ട് സ്ട്രെയിറ്റ് ലൈൻ അല്ല, മറ്റൊരുത്ത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇതാണ് എന്താണ് കോറിലേഷൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് 1 tail ടെസ്റ്റ്. അതായത് ഒരു കാര്യം കൂടുമോ അല്ലെങ്കിൽ കുറയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ത്, 1 tail ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ നോക്കുള്ളൂ. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ എന്താണ്, ഒരു പുതിയ പഠന രീതി കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ പറയുന്നു, ഈ ഒരു പഠന രീതി കൊണ്ട് എന്ത് ചെയ്യുന്നു, കുട്ടികൾ കൂടുതൽ മാർക്ക് നേടാൻ കഴിയുന്നു, കുട്ടികൾക്ക് പെട്ടെന്ന് കൂടുതൽ മാർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇവരെന്താണ്, ഇവിടെ കൂടുതലോ കുറവോ എന്നുള്ള സംഭവമുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ നോക്കണുള്ളൂ. അതായത് എക്സാമിൽ കുട്ടികൾക്ക് മാർക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കണുള്ളൂ, മാർക്ക് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കണില്ല. അപ്പോൾ അതിനാണ് എന്ത്, 1 tail ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമുള്ള ഒരു ടെസ്റ്റാണ്. ഇവിടെ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഉണ്ടാവാം. ഇവിടെ അതിന് വേണ്ടിയിട്ട് ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എന്ത്, ഈ 1 tail ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് 2 tail ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് കൂടുതലോ അല്ലെങ്കിൽ കൂടിയാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ത്, 2 tail ടെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തും നോക്കും. നമ്മൾ 1 ടൈൽ ടെസ്റ്റിൽ ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ 2 ഡയറക്ഷനും നോക്കും. അതുപോലെ തന്നെ 1 ടൈലിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, അതായത് ഒരു കാര്യം കുറഞ്ഞോ അല്ലെങ്കിൽ കൂടോ എന്നുള്ള കാര്യം നോക്കാൻ. ഇവിടെ ഒരു കാര്യം കുറഞ്ഞാലോ അല്ലെങ്കിൽ കൂടിയാലോ ഒരു പ്രശ്നം ഉണ്ടോ നോക്കണത്. ഇപ്പോൾ 2 ടൈലിൻ്റെ എക്സാമ്പിൾ വേണം പറയാം. അതായത് ഒരു മെഡിക്കൽ ഫീൽഡ് ഒരു മരുന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഈ മരുന്ന് കൊണ്ടുവരുമ്പോൾ പഴയ മരുന്നിൻ്റെ ഫലവും അതുപോലെ തന്നെ പുതിയ മരുന്നിൻ്റെ ആ ഒരു ഫലവും വെച്ച് നോക്കുന്നു. അപ്പോൾ ഈ ഒരു പുതിയ മരുന്നിൻ്റെ ഫലം കുറയാണോ അല്ലെങ്കിൽ കൂടുതലാകുമോ, ഈ 2 കാര്യം, ആ ഒരു മരുന്നിൻ്റെ മേലുള്ള ആ ഒരു എഫക്റ്റ് കുറയുകയാണോ അതോ കൂടുതലാണോ, ഈ 2 ഡയറക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് 2 ടൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് എറർ. അതായത് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുമ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് കിട്ടുന്ന മീന് യഥാർത്ഥ ശരാശരിയുമായിട്ട്, അതായത് യഥാർത്ഥ മീനുമായിട്ട് എത്രത്തോളം അടുത്തതാണ് എന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് എറർ നോക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ സാമ്പിളിൻ്റെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സാമ്പിൾ എറർ കുറവായിരിക്കും. ഈ സാമ്പിൾ എറർ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ ഈ ഒരു സാമ്പിൾ നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു സാമ്പിൾ മീന് നമുക്ക് ആദ്യമുള്ള ആ ഒരു സാമ്പിൾ മീനുമായിട്ട് അടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. അതായത് 2 അല്ലെങ്കിൽ അതിലധികം സംഭവങ്ങൾ ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത കണ്ടെത്താനുള്ള ഒരു രീതിയാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫോർമുലകളാണ്, ഇൻഡിപെൻഡൻറ്റ് ഫോർമുലയും അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റുമാണ്. അതിൽ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് മറ്റൊരു കാര്യത്തെ അതൊരിക്കലും എഫക്റ്റ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ അതിന് പറയുമ്പോൾ P(A) ഇൻ്റർസെക്ഷൻ B = P(A) × P(B) എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, അതായത് ഒരു കോയിൻ ടോസ് ചെയ്തു, അവിടെ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. അപ്പോൾ ഇവിടെ ഒരു കോയിൻസ് 2 പ്രാവശ്യം ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/4 ആയിരിക്കും കിട്ടുക. അതായത് 1/2 × 1/2 ആ രീതിയിലോട്ടാണ് വരിക. ഡിപ്പെൻഡൻ്റ് ഈവൻറ്റിൽ നമ്മളൊരു സംഭവം നടത്തി കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിന് ശേഷം വീണ്ടൊരു സംഭവം നടത്തുമ്പോൾ അതിൻ്റെ മേലിലുണ്ടാകുന്ന ചേഞ്ച്, അവിടെ എന്തെങ്കിലും ചെറിയ ചേഞ്ച് വരും. അപ്പോൾ അതെങ്ങനെയായിരിക്കും, P(A) ഇൻ്റർസെക്ഷൻ B = P(A) × P(B/A). ഒരു എക്സാമ്പിൾ രൂപേണ പറയാനുണ്ടെങ്കിൽ, ഒരു ബാഗിൽ 3 ചുവപ്പ് ബോളും 2 നീല ബോളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളതിൽ നിന്ന് നമുക്ക് ചുവപ്പ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. കാരണം ടോട്ടൽ ബോൾ എന്ന് പറയുന്നത് 5 ആണ്. 3/5 ആണ് ചുവപ്പ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നു. അതിൽ നിന്ന് നമ്മൾ ആ ഒരു 5 ബോളിൽ നിന്നും ഒരു ബോൾ നമ്മൾ മാറ്റി വെക്കുന്നു. അതായത് 3 ചുവപ്പ് ബോളുണ്ട്, അതിൽ നിന്ന് ഒരു ബോൾ നമ്മൾ മാറ്റി വെക്കുന്നു. അപ്പോൾ ടോട്ടലുള്ള ബോൾ എന്ന് പറയുന്നത് ആകെ 4 ബോളേ ഉള്ളൂ. അപ്പോൾ ഈ 4 ബോളിൽ നിന്ന് നമുക്ക് 2 ബോൾ, അതായത് 2 നീല ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 2/4 ആണ് അല്ലേ. അപ്പോൾ ഇതിനാണ്, അതായത് ആദ്യം നമ്മൾ സാധ്യത ചെയ്യുമ്പോൾ അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. നമ്മൾ 5 ബോളിൽ 4 ബോളാക്കി ഒന്ന് മാറ്റി വെക്കുന്നു. അതായത് ആദ്യം ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചേഞ്ച് വരുമ്പോൾ ആ ഒരു ചേഞ്ച് രണ്ടാമത് വരുന്ന ഒരു സാധ്യതയെ എഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ആദ്യം 5 ബോളായിരുന്നു, പിന്നെ രണ്ടാമത്തെ അവിടെ അവരൊരു ബോൾ മാറ്റി വെച്ചു. അതാണ് ഇവിടെ വന്ന വേരിയേഷൻ. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇനി എത്ര നീല ബോൾ ഇത് കിട്ടുമെന്ന് നോക്കുമ്പോൾ 2/4 കിട്ടുള്ളൂ. കാരണം 5-ൽ നിന്നും ഒരു ബോൾ മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ അവിടെ 5 ബോൾ ഉണ്ടാവില്ല, ആ ഒരു ബാഗിൽ 4 ബോളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2/4. അപ്പോൾ ഇതാണ് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നുള്ളതും അതിന് 2 ഫോർമുലാസ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ബിസിനസ് അപ്ലിക്കേഷൻസ് ഓഫ് കോറിലേഷൻ ആണ്. അതായത് കോറിലേഷൻ എങ്ങനെ ഒരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്ക് റിഗ്രഷനും അതുപോലെ തന്നെ കോറിലേഷനും ഒരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ നീക്കങ്ങൾ അറിയാനും അതുപോലെ തന്നെ അവിടുത്തെ ഡാറ്റകളൊക്കെ പരിശോധിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു കോറിലേഷനും റിഗ്രഷനും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു കോറിലേഷൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ, സെയിൽസ് ആൻഡ് അഡ്വർടൈസിങ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ അത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു റേറ്റ് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന റേറ്റിനനുസരിച്ചിട്ടുള്ള വിൽപ്പന, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ വിൽപ്പന ഉണ്ടോ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു കോറിലേഷൻ സഹായിക്കും.
ഇനി ഇൻ കേസ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിന് നല്ലൊരു വിൽപ്പന ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോറിലേഷൻ ഉണ്ട്. കോറിലേഷൻ ഇൻക്രീസ് ആയിക്കൊണ്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പോസിറ്റീവ് കോറിലേഷൻ ഒക്കെ അല്ലതുപോലെ തന്നെ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഇവിടെ ഒരു വേരിയബിൾ, അഡ്വർടൈസ്മെൻറ്റ് ഒരു വേരിയബിൾ ആണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ കൂടുക, അപ്പോൾ രണ്ടും ഇൻക്രീസ് ചെയ്യാണ്. ദെൻ രണ്ടാമത് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ നമ്മൾ പ്രൈസ് കൂട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറക്കുകയാണെങ്കിലോ മറ്റ് അതിൻ്റെ ഡിമാൻഡ് എന്ന വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യണു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു കോറിലേഷൻ ഹെൽപ്പ് ചെയ്യും. സാധാരണയായിട്ട് പ്രൈസ് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള ഡിമാൻഡ് കുറയലാണ് ചെയ്യല്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൈസ് ഫിക്സിംഗ് പോളിസിയിലൊക്കെ ഈ ഒരു കോറിലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അതിൽ ഇൻകം ആൻഡ് കൺസപ്ഷൻ. അതായത് ഇവിടെ ഇൻകം, ഓരോ വ്യക്തികളുടെയും ഇൻകം കൂടുന്തോറും അവർക്ക് ചിലവ് കൂടും. അത് കാരണം അവരുടെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവരെ സഹായിക്കുന്നു. ഇപ്പോൾ ഇൻകം കൂടുമ്പോഴാണല്ലോ അവർക്ക് ആഗ്രഹങ്ങൾ കൂടുക, ഇന്ന സാധനം വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങൾ കൂടുക. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, ഇവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഒരു ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു കൂട്ടം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം കോസ്റ്റ് ആക്കും. അപ്പോൾ ആ ഒരു കോസ്റ്റ് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് ഈ ഒരു കോറിലേഷൻ്റെ ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്ര ഔട്ട്പുട്ടിന് ഇത്ര കോസ്റ്റ് വേണ്ടി വരും, അതിൽ നമുക്ക് ഇത്ര ഒരു മാനേജറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റുകൾ മാനേജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്ന സംഭവം ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ്. അതായത് ഈ റിസ്ക്കും അതുപോലെ റിട്ടേൺ തമ്മിലുള്ള ആ ഒരു ബന്ധം, റിലേഷൻ സ്റ്റഡി ചെയ്യാൻ കഴിയുന്നു. ദെൻ ലാസ്റ്റ് പോയിന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതായത് ഒരു എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ള ട്രെയിനിങ്ങും അവരുടെ അവർക്ക് എന്ത് ട്രെയിനിങ് ആണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ട്രെയിനിങ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരുടെ എഫിഷ്യൻസി അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് സ്റ്റഡി ചെയ്യാനും പറ്റും. പിന്നെ എംപ്ലോയീസിനെ കൊണ്ട് കൂടുതൽ എഫിഷ്യൻസി, അവരുടെ വർക്കിൽ കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരാനും ഈ ഒരു കോറിലേഷൻ മുഖാന്തരം കഴിയുന്നു. അപ്പോൾ ഇതാണ് ഒരു കോറിലേഷൻ എങ്ങനെയാണ് ഒരു ബിസിനസ് ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതി. നെക്സ്റ്റ് റിഗ്രഷൻ എങ്ങനെ ഒരു ബിസിനസ്സിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. റിഗ്രഷൻ നമ്മൾ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സെയിൽസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് നമ്മൾ മുമ്പ് കാലത്തുള്ള സെയിൽസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, സെയിൽസ് ഡാറ്റൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് അത് മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ സെയിൽസ് നടക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രെഡിക്റ്റിംഗ് സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ സെയിൽസ് ഡാറ്റ റിപ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഇനി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ എത്രത്തോളം വാങ്ങൽ ഡിമാൻഡുകൾ വരും എന്ന് നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ പറയുന്ന ഒരു പോയിന്റ്, അതായത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള വില, ഡിമാൻഡ്, അതുപോലെ തന്നെ പരസ്യം, അതിൻ്റെ മേലുള്ള കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ മുമ്പത്തെ റിപ്പോർട്ട് മുഖാന്തരമാണ് നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിലകളും ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, സെയിൽസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. രണ്ടാമത് ഡിമാൻഡ് അനാലിസിസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള വില മാറുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ആവും നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഫ്യൂച്ചർ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേലുള്ള പ്രൈസ് വ്യത്യാസം വരുമ്പോൾ എത്രത്തോളം നമുക്ക് അവിടെ ചേഞ്ച് വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിൽ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കണം നമുക്ക് മുൻകൂട്ടി പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയും. ദെൻ കോസ്റ്റ് എസ്റ്റിമേഷൻ. അതായത് ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ സ്റ്റേജ് മാത്രമല്ല ഉണ്ടാവുക, കുറേ ഘടകങ്ങൾ, കുറേ സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ സ്റ്റേജിൽ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നു എന്ന് ഓൾറെഡി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ മുമ്പത്തെ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അത് കാരണം നമുക്ക് അവിടെ ബഡ്ജറ്റും കോസ്റ്റും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ദെൻ പ്രോഫിറ്റ് പ്ലാനിങ് ആണ്. അതായത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം വിൽപ്പന വരും എന്നും അതിൻ്റെ കോസ്റ്റുകൾ എത്രത്തോളം വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ ലാഭമാണോ അത് നഷ്ടമാണോ എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് സംഭവിക്കുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫിനാൻഷ്യൽ ടൂളാണ് അല്ലേ. അതായത് കോസ്റ്റ് ആണോ കൂടുതൽ വരുന്നത്, റവന്യൂ ആണോ കൂടുതൽ വരുന്നത് എന്ന് അനാലിസിസ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ടൂളാണ്. അപ്പോൾ അത് റിഗ്രഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ്. അതായത് അവിടെയുള്ള പലിശ നിരക്ക്, അതായത് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ മാർക്കറ്റിൽ ട്രെൻഡൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിലൂടെയാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
നെക്സ്റ്റ് പോയിന്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആണ്. അതായത് നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ടാണ് ഇവിടെ ആവശ്യമുള്ളത് എന്നുള്ളത് ഈ ഒരു റിഗ്രഷനിലൂടെ, അതായത് നമുക്ക് ഓൾട്ട് ഡാറ്റയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ അതിനാണ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പ്രൊഡക്ഷൻ നൽകണം എന്നുള്ള ഒരു പ്രഡിക്ഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ പ്ലാനിങ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു റിഗ്രഷൻ ബിസിനസ്സിൽ അപ്ലിക്കേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു സക്സസ്സും ഫെയിലിയറും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവിടെ നമ്മളൊരു കോയിന് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹെഡ് കിട്ടാനുള്ള ചാൻസ്, നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടണം. അപ്പോൾ നമ്മൾ ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, അവിടെ നമുക്ക് കിട്ടിയത് സക്സസ് ആണ്. നമ്മൾ പിന്നെ വേറെ കാര്യം വിചാരിച്ചു, ഇനി ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ടെയിൽ കിട്ടണം, പക്ഷെ ഒരു ടെയിൽ കിട്ടിയില്ല, മറിച്ച് ഹെഡാണ് കിട്ടിയത്, അപ്പോൾ ഫെയിലിയർ വന്നത്. നമ്മൾ മനസ്സിലാക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അറിയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ സക്സസും കിട്ടും, അതുപോലെ തന്നെ ആ സെയിം അവസ്ഥയിൽ തന്നെ നമുക്ക് ഫെയിലറും കിട്ടും. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് പി എന്ന് പറയുന്നത് സക്സസും അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് ഫെയിലറുമാണ്. പി എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് സക്സസ് ആയി കിട്ടുന്നതാണ് പി. ക്യൂ എന്ന് പറയുമ്പോൾ ഫെയിലർ ആവുക, അത് പരാജയപ്പെടുന്നതാണ് എന്ത് ക്യൂ എന്ന് പറയുന്നത്. അതിൽ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ്, നമ്മൾ എത്രത്തോളം സക്സസ് നേടിയെടുത്തു അതാണ് എക്സ് എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയലും, നമ്മൾ എത്ര പ്രാവശ്യം അവിടെ ട്രയൽ ചെയ്തു എന്നുള്ളത് അറിയിക്കണതാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ് നമ്പർ ഓഫ് സക്സസ് നമുക്ക് 0 മുതൽ nth നമ്പർ വരെ പോകാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പി, അതായത് സക്സസും ഫെയിലറും കൂട്ടുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഫെയിലർ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, ഈ 1 മൈനസ് ക്യൂ ദാറ്റ്സ് ഈക്വൽ ടു പി. അതാണ് നമുക്കിവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് വെറുതെ പറയാം. അതായത് നമുക്കൊരു ബിസിനസ്സിൽ ഒരു ബെസ്റ്റ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ഇൻഫർമേഷൻ കണ്ടെത്തുക, സാമ്പിൾ മുഖാന്തരം അല്ലേ, ഓരോ വ്യക്തികളിൽ നിന്ന് സർവേ ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ സാമ്പിളിന് പല രീതിയിലോട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ റാൻഡം, അതുപോലെ തന്നെ കൺവീനിയൻസ്, അങ്ങനെ പല സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു സാമ്പിൾ പ്ലാൻ ചെയ്യുക, ഏത് രീതിയിലോട്ട് കണ്ടെത്തണം എന്നുള്ള സാമ്പിൾ പ്ലാൻ ചെയ്യുന്നു. ദെൻ പറയണത് കോയിൻ ഓർ ഡേയ്സ് അൺബയാസ്ഡ് ഓർ നോട്ട്. അൺബയാസ്ഡ് പറയുമ്പോൾ നമുക്ക് ഈക്വലായി കിട്ടുക, ബയാസ്ഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ അല്ലാതെ കിട്ടും, ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളൊരു കോയിനോ അല്ലെങ്കിൽ ഒരു ഡേയ്സോ നമ്മൾ ത്രോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൽ ഈക്വൽ ആയിട്ട് ഒരു ആൻസർ കിട്ടുക, അതിനാണ് അൺബയാസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആ രീതിയിലോട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കട്ടോ, കാരണം ഇതിൻ്റെ PDF ഇതിൽ അവൈലബിൾ അല്ല. അതായത് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ഇതിൻ്റെ മീൻ എങ്ങനെ കണക്കാക്കുക, n ഇൻറ്റു പിയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √n/p/q അതുപോലെ തന്നെ അതിൻ്റെ വേരിയൻസ് n ഇൻറ്റു p ഇൻറ്റു q, ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഹാസ് 1 or 2 മോഡൽ വാല്യൂസ്, ഇതിൽ 2 അല്ലെങ്കിൽ 1 മോഡൽ വാല്യൂസേ ഉണ്ടാവുള്ളൂ. ദെൻ 2 പാരാമീറ്റേഴ്സാണ് ഇതിലുള്ളത്, അത് n-ഉം p-യും ആണ്. ഈ 2 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് n-ഉം p-യും ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് ഉണ്ടാവണം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ഷേപ്പിലും ലൊക്കേഷനിലും ചേഞ്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ n-നെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് നമുക്ക് p-യിൽ ചേഞ്ച് വരുത്താം. ഓക്കെ, അതായത് n എന്ന് പറയുന്ന ആ ഒരു അക്കത്തിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് p എന്ന് പറയുന്നത് എന്തായിരുന്നു, സക്സസ്സിൽ ചേഞ്ച് വരുത്തുമ്പോൾ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ലൊക്കേഷനിലും ഷേപ്പിലും ചേഞ്ച് വരും. ദെൻ പിന്നെ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീന് കൂട്ടണം എന്നുണ്ടെങ്കിൽ p-നെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് n-ന്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, മീന് കൂട്ടിക്കിട്ടും. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്
എന്നുള്ള ആ ഒരു അക്കത്തിനെ എന്ന് ലാർജ് ആക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ പി ഓർ ക്യൂ ഈസ് 2. ഈ പിയോ അല്ലെങ്കിൽ ക്യൂവോ 0 എന്നുള്ള സംഖ്യയുമായിട്ട് എന്തെങ്കിലും ഭയങ്കര ക്ലോസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് പറയണത് നമുക്ക് അതായത് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുന്നു. അതിൻ്റെ സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ സക്സസിൻ്റെയും അതുപോലെ തന്നെ ഫെയിലിയറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സക്സസും ഫെയിലിയറിനെ കുറിച്ചിട്ടല്ല. ഇവിടെ നമുക്ക് റെയർ ആയിട്ടുള്ള കാര്യങ്ങളെ ഇവൻസിനെ കുറിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു റോഡിൽ എത്രത്തോളം ആക്സിഡന്റ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, എത്രത്തോളം ആക്സിഡന്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല. അതൊരു റെയർ ഈവൻ്റ് ആണ്. അങ്ങനെ റെയർ ഈവൻറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആവണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സക്സസ് അറിയാം, ഫെയിലിയർ അറിയാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ പോയിസോണിൽ അതൊരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആവണം എന്നുണ്ടെങ്കിൽ അതിൽ n എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ p എന്ന് പറയുന്നത് 0 ചെറുതാക്കുക. അതിൽ ഈ എൻ പി എന്ന് പറയുന്നത് ഫിനിറ്റ് ആണ് ഇതിൽ വരുന്നത്, അതായത് n × p. ഇവിടെ നമുക്ക് m ആണ്. എൻ പി എന്ന് പറയുമ്പോൾ മീൻ ആണ്. ഇവിടെ മീനിൻ്റെ വാല്യൂ ഒക്കെയാണ് കാണുന്നത് m ആണ്. ഓക്കെ, ഇവിടെ ആകെ ഒരു പാരാമീറ്ററേ ഉണ്ടാവുള്ളൂ. ദെൻ ഇതിൻ്റെ യൂസസുകളാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് ഈ വെയിറ്റിംഗ് ലൈൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഫിസിക്സ്, ബയോളജി, ഇൻഡസ്ട്രി, ഇൻഷുറൻസ് ഫീൽഡ്, എക്കണോമിക്സ്, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻസ് അപ്ലൈ ചെയ്യുന്നു. കാരണം ഈ ഒരു ഫിസിക്സ്, ബയോളജി, ഇൻഡസ്ട്രി ഇതൊക്കെ എന്താണ് ഒരു റെയർ ഈവൻറ്റ്സ് ആണ്. ഇതിലൊക്കെ ഈ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് അത് കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് റെയർ ഈവൻറ്റ്സ്, അതായത് ഒരു റോഡിൽ എത്രത്തോളം ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഒരു റെയർ ആയിട്ടുള്ള ഡിസീസ് കാരണം എത്ര പേര് ഇന്ന് മരിച്ചു, അത് നമുക്ക് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. വേറൊരു പറയണത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഹവറിൽ എത്രത്തോളം കസ്റ്റമേഴ്സ് വന്നു എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇവിടെ ഇതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അതായത് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി മീൻസ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിൻ്റെ കേസിലാണ് ഏത് ബൈനോമിയൽ, നോർമൽ, പോയിസൺ എന്ന് ഈ 3 കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ആണ്. ദെൻ ഇതിൻ്റെ എക്സ് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റ് വരെ പോകാം. ഇവിടെ ഒരൊറ്റ പാരാമീറ്റർ ഉണ്ടാവുള്ളൂ. അതിന് സിമ്പിളായിട്ട് കാണിക്കുന്നത് m ആണ്. പിന്നെ ഇവിടെ മീൻ എന്ന് പറയുന്നത് m ആണ്. അതുപോലെ തന്നെ വേരിയൻസും m ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് m ആണ്, പക്ഷെ റൂട്ട് m ആണ് എന്നുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതായത് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ലൈനാണ് എന്നുണ്ടെങ്കിൽ അവിടെ മീനും മീഡിയം മോഡും ഒക്കെ ഈക്വൽ ഇക്കാരം. പക്ഷെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ മീഡിയം മോഡ് ഇതൊന്നും ഈക്വൽ അല്ല ഇക്കാരം. അത് മാത്രമല്ല അവിടുത്തെ ആ ഒരു സിമ്മട്രിക് നഷ്ടപ്പെടുന്നത് വലത് ഭാഗത്താണ് നഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് ഇറ്റ് ഹാസ് 1 or 2 മോഡൽ വാല്യൂ. നമ്മൾ ബൈനോമിയൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് 1 അല്ലെങ്കിൽ 2 മോഡൽ വാല്യൂസ് ഉണ്ട്. ഈ പറയുന്ന പോയിന്റ്സ് ഇതുപോലെ തന്നെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ മേ ബി 8 മാർക്കിനോ 4th മാർക്കിനൊക്കെ തിയറി വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ലിമിറ്റിംഗ് കേസ് ആക്കുമ്പോഴാണ് ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവുക. അപ്പോൾ അങ്ങനെ ലിമിറ്റിംഗ് കേസ് ആക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ n എന്താണോ ലാർജും ആവണം, അതുപോലെ തന്നെ p = q ആവണം. ദെൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവാണ്. പിന്നെ ഇതൊരു ബെല്ല ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ സിമ്മട്രിക് എബൌട്ട് മീൻ, അതായത് നമ്മൾ നേരത്തെ പോയിസോണിൽ പറഞ്ഞു ഇവിടെ എന്താണ് ലാക്ക് ഓഫ് സിമ്മട്രിക് അവിടെ ഇല്ല. അവിടെ എന്തെങ്കിലും റേറ്റിൽ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ഈക്വൽ ആയിട്ടാണ്, സിമ്മട്രിക് ഉണ്ട് എന്ന് പറയുന്നു. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മീനും മീഡിയം മോഡും എല്ലാം ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമൽ ആയിരിക്കും. പിന്നെ മാക്സിമം പോയിന്റും ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈച്ച് സൈഡിലും ഇതിന്റെ 2 സൈഡ് ഉണ്ടാവുക, 2 സൈഡിലും 0.5 ആണ് ഉണ്ടാവുന്നത്.
ദെൻ അസിംപ്റ്റോട്ടിക് ടു ദ ബേസ്, അത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതായത് ഈ ഒരു കർവ്, ഈ ഒരു ബെല്ല ഷേപ്പിന്റെ കർവ് നമ്മൾ എന്തെങ്കിലും വിചാരിക്കും അത് കൂട്ടിമുട്ടുന്നത്, പക്ഷെ ഒരിക്കലും അത് കൂട്ടിമുട്ടൂല, അത് നെവർ ടച്ച് ആണ്. ദെൻ നെക്സ്റ്റ് പറയണത് ഇവിടെ മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 2 മോഡാണ് ഇവിടെ ബൈനോമിയലും പോയിസോണിലും ഉള്ളത്, പക്ഷെ ഇവിടെ എന്താണ് ഒരൊറ്റ മോഡേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഇതിന്റെ എക്സ് ആക്സിസിന്റെ അടിയിലോട്ട് നമ്മൾ ഒന്നുമില്ല, ഒരു ഗ്രാഫോ ഒന്നും വരക്കുന്നില്ല, എല്ലാം വൈ ആക്സിസിന്റെ മേലക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ തിയറി പോർഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ 8 മാർക്കിനും 4th മാർക്കിനും അതുപോലെ തന്നെ 2 മാർക്കിനൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാതും ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.